ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റേഷൻ ചോറ്റരി കൊണ്ട് നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇറച്ചിക്കറികളുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ അങ്ങനെ എന്ത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് റേഷൻ ചോറ്റരിയാണ് എടുത്തിട്ടുള്ളത്. റോസരി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പശയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലൊക്കെ ഇത് കിട്ടുന്നത്. സാധാരണ വെലരി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലിരിക്കും എന്നുള്ളത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചോറ്റരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം നമ്മളിത് നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിന്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ അരിപ്പിൽ നന്നായിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരി മുഴുവനായിട്ടും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അരി മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കഴുകിയെടുത്തതിന്റെ ആ ഒരു വെള്ളമെല്ലാം വറ്റി വരാനും ഈ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല പോലെ പൊടിഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് അരി മൂത്ത് വരേണ്ട ആവശ്യമില്ല. നല്ലോണം ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അരി പൊട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് ഒടിയുന്ന ആ ഒരു പരുവത്തിലാവണം നമ്മൾ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിത് ചെറിയൊരു ചൂടോടുകൂടി, കൈ തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂടോടുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ചൂട് കൊണ്ട് ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇപ്പൊ ഞാനിതാ പൊടിച്ചെടുത്ത അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റവയൊക്കെ ഉള്ള പോലെ ആ ഒരു തരിതരിപ്പോട് കൂടിയാണ് ഇപ്പൊ ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പിൽ തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 കപ്പ് ചോറിന്റെ അരിക്ക് കണക്കാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിലും കൂടെ ഉള്ള അരിപ്പൊടിയും കൂടിയാണ് ഇപ്പോൾ ആകെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ ആദ്യം 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തു. അത് പോരാതെ വന്നപ്പോൾ വീണ്ടും 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവിൽ അതേ കപ്പ് അളവിൽ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ വെള്ളം ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് വെള്ളമാണ്. ഇതിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും വെള്ളം നന്നായിട്ട് കുടിക്കും, ചോറ്റരി ആയതുകൊണ്ട് തന്നെ. ഈ ഒരു കണക്കനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഞാനിപ്പോൾ ഈ ഒരു കണക്ക് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഈ ഒരു ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള വെള്ളത്തിന്റെയും എല്ലാ അളവും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഇപ്പൊ ഞാനിവിടെ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കണം. ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു അരിപ്പത്തട്ട് ഇറക്കി വെച്ച് അതിന് മുകളിലേക്കാണ് ഈ മാവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു റിങ്ങിനൊപ്പം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഈ മാവ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ആ ഒരു ചൂടോടുകൂടെ തന്നെ നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മുടെ കൈ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ കൈ കൊണ്ട് തന്നെ വെള്ളം ഇതിലേക്ക് കുടഞ്ഞൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതിൽ വെള്ളം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എനിക്കിപ്പോൾ ഇതിൽ അത്രമാത്രം വെള്ളം കുറവുണ്ടെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് മാത്രം കയ്യിൽ
കുടഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാനിവിടെ ഓരോന്നും തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മാവും ഇതേപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പീസ് മാവ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു മാവിൽ മുകളിലും താഴെയൊക്കെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു കട്ടി വേണം. ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം ഞാനിത് പരത്തിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കാണാനൊരു ഭംഗിക്കും കറക്റ്റ് ഒരു ഷേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ അളവിലുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള അടപ്പെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബാക്കി ഭാഗം കളയേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്ന മാവെല്ലാം കൂടെ ഒന്നിച്ച് കുഴച്ചിട്ട് പിന്നീട് പരത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇതേപോലെ തന്നെ എല്ലാം പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച അകമൊന്നും വേവാതെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പൊള്ളി വരാതെ ഹാർഡായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര എണ്ണാണോ ചുട്ടെടുക്കുന്നത് അത്രയും സമയം വരേക്കും ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഓരോ ഭാഗവും ഓരോ മിനിറ്റ് നേരം വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പലഹാരം നന്നായിട്ട് വെന്ത് കിട്ടിയെന്നാണ്. ഇതുപോലെ നന്നായിട്ട് പൊള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്ത് മാറ്റാം. ഈ ഒരു പാനിൽ പൊടിയുണ്ട്, അത് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം അടുത്തതൊരെണ്ണം ഇട്ട് കൊടുക്കുക. അതും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ മിനിറ്റ് നേരം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ പൊള്ളി വരുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ചുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് പൊള്ളി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. വീട്ടിൽ ഇനി റേഷൻ അരി മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.